അസ്സലാം. മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫ് സിനിമ നേര് 27-ാം ദിവസം പിന്നിടുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കളക്ഷൻ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വരാം. ട്രാക്ഡ് കളക്ഷൻസിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ 295ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്ന ട്രാക്കേഴ്സ്. 10% ഒക്യുപ്പൻസി ഉണ്ട്. അപ്പം 9,93,000 രൂപയാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായിട്ട് ട്രാക്കേഴ്സ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് 10.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകുമെന്നാണ്. അതായത് ഒരു 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ മോഹൻലാൽ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരുന്നു 100 കോടിയുടെ പോസ്റ്റർ. ഇപ്പോൾ സിനിമ കേരളത്തിൽ മികച്ച രീതിയിൽ മുന്നിട്ട് പോകുന്നു. വലിയ സിനിമകളുണ്ട്, വലിയ തരംഗമായ സിനിമകളുണ്ട്. അതിൻ്റെ ഒപ്പവും 27-ാം ദിവസം ഓടുന്ന ഈ ഒരു സിനിമ ഏകദേശം 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നേടുന്നു എന്ന് പറയുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഈ സിനിമ ഇറങ്ങിയപ്പോൾ കൂടി വന്നാൽ ഒരു 2-3 കോടിയിൽ ഈ സിനിമ എത്തും എന്നല്ലെങ്കിൽ ഒരു 10 കോടിക്ക് എത്തും എന്നുള്ളൊരു ചിന്തയായിരുന്നെങ്കിൽ ഇന്നത് 100 കോടി കടന്നിരിക്കുന്നതായിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും മലൈക്കോട്ടെ വാലിബൻ വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഒന്ന് പിന്മാങ്ങേണ്ടി വരും. പക്ഷേ മലൈക്കോട്ടെ വാലിബനെയും കടത്തി വെട്ടിക്കൊണ്ട് സിനിമ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കുതിക്കും എന്നുള്ളതാണ്. അതെ, മലയാളത്തിലെ മറ്റൊരു 150 കോടിയിലേക്ക് എത്തുന്ന സിനിമയായി വരും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഇവിടെ 100 കോടി എന്ന് പറഞ്ഞത് ബിസിനസ് അടക്കമായിട്ടാണ് മോഹൻലാൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പോസ്റ്ററുകളിലും ഒന്നും അങ്ങനെ ബിസിനസ് എന്നുള്ളത് കണ്ടിട്ടില്ല. അത് വലിയ രീതിയിൽ ട്രോളും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാം, ഇവിടെ 100 കോടി നേടണമെങ്കിൽ അത് മോഹൻലാൽ സിനിമ തന്നെ വേണം. ഇനി മലൈക്കോട്ടെ വാലിബൻ വരുമ്പോൾ നമുക്ക് പൂരം കാണാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.